ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ഞാൻ പോവുകയാണ്. അത് നമ്മുടെ ഈ ഓപ്പറേഷൻ സിന്ദൂർ ഉണ്ടല്ലോ, ഈ ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാൻ പ്രതിനിധി സംഘത്തിന്റെ തലവനായി വീണ്ടും കമ്മൽ പണിയാണ്. ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാനുള്ള പ്രതിനിധി സംഘത്തിന്റെ തലവനായി ശശി തരൂരിനെ നിയോഗിച്ചതിൽ കടുത്ത അതൃപ്തിയാണ് കോൺഗ്രസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. പാർലമെന്റിന്റെ വിദേശകാര്യ സമിതി ചെയർമാൻ എന്ന നിലയിലാണ് തരൂരിനെ തലവനാക്കിയതെന്നാണ് കേന്ദ്ര സർക്കാർ നൽകുന്ന വിശദീകരണം. കോൺഗ്രസ് ഭരണകാലത്ത് എംപിമാരുടെ സംഘത്തെ നയിക്കാനായി വാജ്പേയിയെ നിയോഗിച്ചിട്ടുണ്ടെന്നും കിരൺ റിജിജു പ്രതികരിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് നമുക്കിപ്പം ശരത് ലാൽ ചേരുന്നുണ്ട്. ശരത്, ഗുഡ് മോർണിംഗ്. ഈ പറഞ്ഞ പോലെ വിദേശകാര്യ പാർലമെന്ററി സമിതിയുടെ ചെയർമാനായാണ് ശശി തരൂരിനെ തിരഞ്ഞെടുത്തത് എന്ന് കേന്ദ്രം പറയുന്നുണ്ട്. നമുക്കറിയാവുന്ന പോലെ തരൂരിനൊപ്പം തരൂര് മാത്രമല്ല, ഇപ്പോൾ കനിമൊഴിയാണെങ്കിലും ജോൺ ബ്രിട്ടാസും ഒക്കെ ഈ സംഘത്തിലുണ്ട് എന്നറിയുന്നു. അപ്പോൾ അതായത് ഈ രാജ്യാന്തര തലത്തിൽ പോയി കാര്യങ്ങളൊക്കെ വിശദീകരിക്കാൻ കഴിവുള്ള കുറച്ച് പാടവമുള്ള നേതാക്കളെയൊക്കെ ഉൾപ്പെടുത്തിയ ഒരു സംഘം. പക്ഷേ അപ്പോഴും ശരത്ത് ഒരു ചോദ്യം, ഈ ശശി തരൂർ അദ്ദേഹം ഒരു നാച്ചുറൽ ചോയ്സ് ആയിരുന്നോ എന്നുള്ളതാണ്. കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്കറിയാവുന്നത് പോലെ BJP നേതാക്കളെക്കാൾ കൂടുതൽ വീറും വാശിയോടുകൂടി ഓപ്പറേഷൻ സിന്ദൂറിനെ വിവരിച്ച വ്യക്തിയാണ് ശശി തരൂർ. അതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളൊന്നും ഇനിയും കെട്ടടങ്ങിയിട്ടില്ല. ആ ഒരു പശ്ചാത്തലം കൂടി ഇതിനുണ്ട്. ഇപ്പോൾ കോൺഗ്രസ് ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്ന നിലപാട് എങ്ങനെയാണ് ശരത്ത്? ഗുഡ് മോർണിംഗ് സേതുലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ശശി തരൂരിനെ എന്തുകൊണ്ട് BJP തലവനാക്കി എന്ന ചോദ്യത്തിന് സേതുലക്ഷ്മി പറഞ്ഞതിൽ തന്നെയുള്ള ഉത്തരമുണ്ട്. കാരണം കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൽ നിന്ന് കോൺഗ്രസിൻ്റെ പോർത്തോ സമിതി അംഗമാണെങ്കിൽ പോലും അനഭിപിതനാണ് ശശി തരൂർ. കഴിഞ്ഞ തവണ കോൺഗ്രസ് പോർത്തോ സമിതി തന്നെ സിന്ദൂരിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തെക്കുറിച്ച് താക്കീത് നൽകിയിരുന്നു. ഇതൊക്കെ നിൽക്കുമ്പോഴാണ് ശശി തരൂരിനെ വളരെ പ്രധാനപ്പെട്ട, അതിൽ അമേരിക്ക, UK തുടങ്ങിയ വളരെ പ്രധാനപ്പെട്ട രാജ്യങ്ങളിലെ സെനറ്റർമാർക്കും അതേപോലെ അവിടുത്തെ വിദേശകാര്യ ഉദ്യോഗസ്ഥരെയും വിദേശകാര്യ സെക്രട്ടറിയും എന്താണ് സിന്ദൂർ, എന്താണ് നടന്നത് എന്ന് വിശദീകരിക്കാൻ വേണ്ടി ഉള്ള സംഘത്തെ നയിക്കാൻ നിയോഗിച്ചിരിക്കുന്നത്. കാരണം BJPയുടെ ഒരു തന്ത്രമായിട്ടാണ് കോൺഗ്രസ് ഇതിനെ വിലയിരുത്തുന്നത്. കാരണം സ്വാഭാവികമായിട്ടും ശശി തരൂരെ നിയോഗിക്കണമെങ്കിൽ ശശി തരൂരിനെ കോൺഗ്രസിൻ്റെ MP-യാണ്. കോൺഗ്രസിന് ലഭിച്ച വിദേശകാര്യ പാർലമെന്ററി കാര്യ സമിതിയുടെ ചെയർമാൻ സ്ഥാനം കോൺഗ്രസ്സാണ് ശശി തരൂരിന് നൽകിയത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പാർട്ടിയായിട്ട് ആലോചിച്ച് വേണമായിരുന്നു ശശി തരൂരിനെയും മറ്റു MP-മാരെയും ഈ സമിതിയിലേക്ക് തീരുമാനിക്കാൻ എന്നാണ് കോൺഗ്രസിൻ്റെ അഭിപ്രായം. ഈ കോൺഗ്രസിൻ്റെ പാർലമെന്റ് വിപ്പ് ചുമതലയുള്ള കൊടിക്കുന്നിൽ സുരേഷ് അടക്കമുള്ള അല്ലെങ്കിൽ പാർലമെന്റ് കാര്യ സെക്രട്ടറിമാർ അടക്കമുള്ള MK രാഘവൻ അടക്കമുള്ള യാതൊരു പേരും പാർലമെന്റ് കാര്യ മന്ത്രി ഇക്കാര്യം അറിയിച്ചിട്ടില്ല. അതുപോലെ പാർലമെന്റ് കാര്യ ബിസിനസ് കമ്മിറ്റിയിൽ അംഗമായ KC വേണുഗോപാലുമായിട്ടും കേന്ദ്ര മന്ത്രിമാരോ അല്ലെങ്കിൽ കേന്ദ്ര പാർലമെന്റ് സ്പീക്കറോ ഇത് സംബന്ധിച്ച യാതൊരുവിധ ചർച്ചയും നടത്തിയില്ല. ഒരു സുപ്രഭാതത്തിൽ പേര് വരികയും അത് അനുസരിച്ച കോൺഗ്രസ് കൂടിയാലോചന നടത്തിയില്ല എന്ന കോൺഗ്രസ് ആരോപണം നിലനിൽക്കുകയും ചെയ്തു. എന്നാൽ മല്ലികാർജ്ജുന ഖാർഗെ ഇടപെട്ടാണ് കോൺഗ്രസിന്റെ ഈ കടുത്ത തീരുമാനത്തിൽ പോകുന്നതിൽ മാറ്റി നിർത്തിയത്. ഇന്നലെ ഇത് സംബന്ധിച്ച രാഹുൽ ഗാന്ധിയും അതേപോലെ രാഹുൽ ഗാന്ധി ഇന്നലെ പത്രസമ്മേളനം നടത്തുമെന്ന് വ്യക്തമാക്കിയെങ്കിലും അവസാന നിമിഷം അത് ഇക്കാര്യത്തിൽ പിൻവലിക്കുകയായിരുന്നു. ഏതായാലും ഇപ്പോൾ രാജ്യത്തിന് പുറത്ത് ഒറ്റക്കൊട്ടായി പോവുക എന്ന സന്ദേശം നൽകാൻ വേണ്ടി മാത്രമാണ് തങ്ങൾ സംഘവുമായി സഹകരിക്കുന്നത് എന്നതാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് നമ്മെ അറിയിച്ചിരിക്കുന്നത്. അതുപോലെ KC വേണുഗോപാൽ നിലപാടൊക്കെ അറിയിച്ചത് അല്ലെങ്കിൽ പ്രതിഷേധമൊക്കെ അറിയിച്ച പശ്ചാത്തലത്തിൽ ഇനിയിപ്പോൾ വരും മണിക്കൂറുകളിലൊക്കെ നമുക്ക് കൂടുതൽ പ്രതികരണങ്ങളുമൊക്കെ പ്രതീക്ഷിക്കാം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാനുള്ള പ്രതിനിധി സംഘ തലവനായി ശശി തരൂരിനെ നിയോഗിച്ചതിലാണിപ്പോൾ കോൺഗ്രസ് കടുത്ത അതൃപ്തി അറിയിച്ചിരിക്കുന്നത്.